ടോപ്പിക്കാണ് മോഡൽസ് ഇൻ അനോവ. മോഡൽസ് ഇൻ അനോവ എന്താണ്? അനോവ അനാലിസിസ് ഓഫ് വാരിയൻസ്. ഓക്കെ, അനോവയ്ക്കകത്ത് അനോവ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. അതിനകത്ത് ഇങ്ങനെ ലീനിയർ റിലേഷൻഷിപ്പായിട്ടാണ് വരുന്നത്. ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് സംതിങ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു എ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നിരിക്കുന്ന അതിനെ നമ്മൾ ലീനിയർ ഫോം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു ഫോമിൽ ആയിരിക്കും അനോവയുടെ മോഡൽ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ അനോവ എന്ന് പറയുന്നത് ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസൈൻ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാവില്ല, അതിന് പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ അസൈനബിൾ കോഴ്സ്, അതുകൊണ്ട് കൂടെ ചാൻസ് കോഴ്സസ്. അപ്പോൾ അസൈനബിൾ കോഴ്സസിൻ്റെയും ചാൻസ് കോഴ്സസിൻ്റെയും ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ത് അനോവ എന്ന് പറയുന്നത്. സോ അസൈനബിൾ കോഴ്സസിന് നമ്മൾ ഫാക്ടേഴ്സ് എന്നും കൂടി പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് എ ലീനിയർ മോഡൽ എന്ന് പറയുന്നത്, അനോവയുടെ മോഡൽ എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ അസൈനബിൾ കോഴ്സ് ഓർ അതിനെ ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. അസൈനബിൾ കോഴ്സ് ഓർ ഫാക്ടേഴ്സ് ആൻഡ് ചാൻസ് കോഴ്സസ്. ചാൻസ് കോഴ്സും അസൈനബിൾ കോഴ്സസും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് അനോവയുടെ മോഡൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈ ഐ ജെ ഈക്വൽ ടു മ്യൂ പ്ലസ് ആൽഫ ഐ പ്ലസ് എപ്സിലോൺ ഐ ജെ എന്ന് എഴുതുകയാണെങ്കിൽ ഇതിനകത്ത് മ്യൂ എന്ന് പറയുന്നത് ജനറൽ എഫക്റ്റ് ആൻഡ് ആൽഫ ഐ ഈസ് ദി ആൽഫ ഐ എന്ന് പറയുന്നത് ഈസ് ദി എഫക്റ്റ് ഡ്യൂ ടു ith variety of assignable course. അസൈനബിൾ കോഴ്സിൻ്റെ ith വെറൈറ്റി കൊണ്ട് ഉണ്ടാവുന്ന എഫക്റ്റാണ് ആൽഫ ഐ. ആൻഡ് എപ്സിലോൺ ഐ ജെ എന്ന് പറയുന്നതാണ് റാൻഡം എഫക്റ്റ്. റാൻഡമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ബാക്കിയുള്ള എല്ലാ എഫക്ട്സിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എപ്സിലോൺ ഐ ജെ ആയിട്ട് പറയും. സോ ഇതാണ് ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. സോ ചില സമയത്ത് നമ്മൾ എക്സ് ഐ ജെ എന്ന് നമുക്ക് യൂസ് ചെയ്യാം, വൈ ഐ ജെ എന്ന് യൂസ് ചെയ്യാം. സോ ഈ ഒരു ഫോമിലാണ് എന്തുണ്ടാവുക, അനോവയുടെ മോഡലിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അനോവ എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ഉണ്ട്. കുറേ ടൈപ്പ് ആണ്. 1 വേ അനോവ ഉണ്ട്, 2 വേ അനോവ ഉണ്ട്. നമ്മൾ ഒരു അസൈനബിൾ കോഴ്സിൻ്റെ തന്നെ, അതായത് ആൽഫ ഐ എന്ന് പറയുന്നത് മാത്രം ഒറ്റൊരു അസൈനബിൾ കോഴ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മ്യൂസിക് അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരൊറ്റ അസൈനബിൾ കോഴ്സിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ ആണ് 1 വേ അനോവ എന്ന് പറയാം. അതേസമയം 2 വേ അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വേ അനോവ എന്ന് പറയുകയാണെങ്കിൽ അതായത് 2 അസൈനബിൾ കോഴ്സസ് അസൈനബിൾ കോഴ്സ് ഉണ്ടെങ്കിൽ 2 വേ അനോവ എന്ന് പറയും. അങ്ങനെ അതിനനുസരിച്ച് 3 വേ അനോവ, അങ്ങനെ എക്സെട്ര ഉണ്ട്. 1 വേ, 2 വേ, 3 വേ എക്സെട്ര. സോ ഇതാണ് അതിൻ്റെ മോഡൽ വരിക. ആൻഡ് 1 വേ അനോവ, 2 വേ അനോവ, നമുക്ക് 1 വേയും 2 വേയും പഠിക്കാനുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ മനസ്സിലായെന്നായിരിക്കും. നമ്മളതിനെ അസൈനബിൾ കോഴ്സിൻ്റെയും ചാൻസ് കോഴ്സിൻ്റെയും ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് ജനറൽ എഫക്റ്റാണ്, ആൽഫ ഐ എന്ന് പറയുന്നത്
അസൈനബിൾ കോഴ്സാണ്. ബാക്കി എപ്സിലോൺ ഐ ജെ എന്ന് പറയുന്നതെല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാ എറേഴ്സിനെയും കൂടി ടുഗദർ ചെയ്തിട്ടാണ് നമ്മൾ എപ്സിലോൺ ഐ ജെ എന്ന് പറയുന്നത്. ഇത് എപ്സിലോൺ എന്നാണ് വായിക്കുക, ഈ അല്ല എപ്സിലോൺ ഇങ്ങനൊരു സിമ്പിളാണ് എപ്സിലോൺ എന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അനോവയുടെ മോഡൽ.